ചേട്ടാ ഇത് പിന്നെ എങ്ങനെ 30 ലക്ഷം രൂപയാണോ കൊടുത്തത്? ഭൂമിയുടെ ഇടപാട് എങ്ങനെയായിരുന്നു? 74 ലക്ഷം രൂപയാണോ ആകെ തുക? അതെ, ടോട്ടൽ എമൗണ്ട് 74 ലക്ഷം രൂപയാണ് കരാർ പറഞ്ഞ് സമ്മതിച്ചത്. അതിൻ്റെ കരാർ എഴുതിയത് കഴിഞ്ഞ വർഷം ജൂൺ 22-ാം തീയതിയാണ് കരാറായത്. അന്നേ ദിവസം തന്നെ 15 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് SBI ആൽത്തറ ബ്രാഞ്ചിലേക്കാണ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തത്. ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം എഗ്രിമെൻറ്റ് തയ്യാറാക്കി കൊടുക്കുകയും ഒപ്പിട്ട് തരികയും ചെയ്തു. കൊടുത്ത് 4 ദിവസത്തിന് ശേഷം വീണ്ടും 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. വീണ്ടും അതേ അക്കൗണ്ടിൽ തന്നെ 10 ലക്ഷം രൂപയും കൊടുത്തു. അത് കഴിഞ്ഞ് ഒരു 4-5 ദിവസം കഴിഞ്ഞ് വീണ്ടും 5 ലക്ഷം രൂപ പണമായിട്ട് ആവശ്യപ്പെട്ടു. ഈ 5 ലക്ഷം രൂപ ക്യാഷ് വിഡ്രോ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ DGPയുടെ ചേംബറിൽ തന്നെയാണ് കൊണ്ട് കൊടുത്തത്. അപ്പോൾ 15 ലക്ഷം രൂപ റിസീവ് ചെയ്തിട്ടുള്ളായിരുന്നു ഫസ്റ്റിൽ. അപ്പോൾ രണ്ടാമത് കൊടുത്ത 10ഉം മൂന്നാമത് കൊടുത്ത 5ഉം ചേർത്ത് 15 ലക്ഷം രൂപ റിസീവ്ഡ് 15 ലാക്സ്, ടോട്ടൽ 30 ലാക്സ് എന്ന് DGP തന്നെ ഒറിജിനൽ എഗ്രിമെൻറ്റിൻ്റെ പുറകു വശത്ത് പുള്ളിയുടെ കൈപ്പടയിൽ എഴുതി ഒപ്പിട്ട് തന്നിട്ടുണ്ട്. ആശയക്കുഴപ്പമുണ്ട്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും 25 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. അപ്പോൾ ഒറിജിനൽ ഡോക്യുമെൻ്റ് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ എഗ്രിമെൻറ്റ് കരാറിൽ ഏർപ്പെടുന്നതിന് മുന്നേ തന്നെ ഞാൻ ബാധ്യത സർട്ടിഫിക്കറ്റ് എടുത്തിരുന്നു രജിസ്റ്റർ ഓഫീസിൽ നിന്ന്. അതിനകത്ത് ബാധ്യത ഒന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ ബാധ്യത കാണിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിക്കുന്നത് ആ പ്രോപ്പർട്ടിയിൽ ഒരു ലയബിലിറ്റി ഇല്ലയെന്നാണ്. പക്ഷേ നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നിന്നും ലോൺ എടുക്കുമ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിൽ സബ് രജിസ്റ്റർ ഓഫീസിൽ പതിക്കില്ല. പകരം ബാങ്ക് ഒറിജിനൽ ഡോക്യുമെൻ്റ് വാങ്ങിക്കൊണ്ട് പോകാറാണ് പതിവ്. ഈ ഫണ്ട് കംപ്ലീറ്റ് അടച്ച് കഴിയുമ്പോഴേ ഒറിജിനൽ ഡോക്യുമെൻ്റ് ക്ലയൻറ്റിന് തിരിച്ചു കൊടുക്കും. അപ്പോൾ അവിടെയാണ് നമുക്ക് പറ്റിയൊരു അബദ്ധം. സ്വാഭാവികമായിട്ട് നമ്മൾ ഏതൊരു പ്രോപ്പർട്ടി വാങ്ങുമ്പോഴും നമ്മളതിൻ്റെ ലയബിലിറ്റി നോക്കും. ഇതിൽ ലയബിലിറ്റി നോക്കിയാൽ ലയബിലിറ്റി കാണില്ല. ഞാനങ്ങനെ ആൽത്തറ ബ്രാഞ്ചുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് അറിയുന്നത് അവിടെ 26 ലക്ഷം രൂപ ഈ പ്രോപ്പർട്ടി പ്ലഡ്ജ് ചെയ്ത് ലോൺ അടയ്ക്കാനുണ്ട്. ഈ 30 ലക്ഷം രൂപ കൊടുത്തതിന് ശേഷം വീണ്ടും 25 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. അപ്പോൾ ഒറിജിനൽ ഡോക്യുമെൻ്റ് കാണണമെന്ന് പറഞ്ഞു. ഒറിജിനൽ ഡോക്യുമെൻ്റ് കാണിക്കാൻ കൂട്ടാക്കാത്തത് കൊണ്ടാണ് ഞാൻ ആ പർട്ടിക്കുലർ ബാങ്ക് അക്കൗണ്ട് നമ്പർ ട്രേസ് ചെയ്ത് ആ ബ്രാഞ്ചിൽ പോയിട്ട് അന്വേഷിച്ചത്. അപ്പോഴാണ് അറിയുന്നത് അവിടെ 26 ലക്ഷം രൂപയ്ക്ക് പുറത്ത് ലയബിലിറ്റി ഉണ്ടെന്ന്. ഞാൻ SBIയുടെ ബാങ്കിങ് ലോൺ സെക്ഷനിൽ പോയി നേരിട്ട് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തതിന് ശേഷമാണ് അദ്ദേഹത്തിനോട് നേരിട്ട് പറഞ്ഞു, എനിക്ക് പറഞ്ഞ കരാറിന് വിരുദ്ധമായിട്ട് എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞിരുന്നത്. എഗ്രിമെൻറ്റിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുമുണ്ടത്. എഗ്രിമെൻറ്റിൻ്റെ 8ാമത്തെ പാരഗ്രാഫിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഈ പ്രോപ്പർട്ടി ഒരു കടബാധ്യതയും ഇല്ല എന്ന്. അപ്പോൾ ഇങ്ങനൊരു പ്രോപ്പർട്ടി ഡീലുമായിട്ട് മുന്നോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല എന്ന് DGPയെ നേരിട്ട് അറിയിക്കുകയും ഞാൻ കരാറിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തു. അപ്പോൾ ഞാൻ കൊടുത്ത പണം എനിക്ക് 1 രൂപ ഇൻട്രസ്റ്റോ ഒന്നും വേണ്ട, പണം തിരികെ നൽകണമെന്ന് ആവശ്യപ്പെടുകയും പുള്ളി സമ്മതിക്കുകയും ചെയ്തു. ഓരോ പ്രാവശ്യവും തരാമെന്ന് പറഞ്ഞിട്ട് 1 വർഷത്തോളം നീണ്ടു. 1 വർഷമായിട്ടും പണം തരാൻ കൂട്ടാക്കാതെ വന്നു. അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് കാലാവധി വളരെ അടുത്തതുകൊണ്ടാണ് ഞാൻ സ്പീഡപ്പായിട്ട് കാര്യങ്ങൾ ചെയ്തത്. എൻ്റെ വക്കീലുമായിട്ട് ബന്ധപ്പെട്ടു. വക്കീൽ ഒരു തുടക്കമെന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് വൈഫിനും അദ്ദേഹത്തിൻ്റെ പേരും 2 പേർക്കും വെവ്വേറെ നോട്ടീസ് അയച്ചു. ആ നോട്ടീസിന് റിപ്ലൈ ചെയ്തത് അദ്ദേഹത്തിൻ്റെ വക്കീലാണ്. പണം തരാൻ സാധ്യമല്ല, വേണമെങ്കിൽ പ്രോപ്പർട്ടി തരാം. ആ പ്രോപ്പർട്ടി ഇതിന് പിൻവാങ്ങുന്നത് നമ്മൾ 10 മാസങ്ങൾക്ക് മുന്നേ നമ്മൾ ഇൻഫോം ചെയ്തതാണ്. അപ്പോൾ വക്കീലിൻ്റെ നിർദ്ദേശപ്രകാരം കോടതി നടപടിയിലേക്ക് പോയി എല്ലാ ഡീറ്റെയിലും കാണിച്ചു. നമ്മൾ കൊടുത്ത പണത്തിൻ്റെ ഉറവിടങ്ങളും ട്രാൻസ്ഫർ ചെയ്തതും എഗ്രിമെൻ്റ് കോപ്പിയും വക്കീൽ അവർക്ക് കൊടുത്ത നോട്ടീസും എല്ലാം വെച്ച് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ കോടതി തന്നെ അത് അംഗീകരിക്കുകയും ഈ പ്രോപ്പർട്ടി ജപ്തി ചെയ്യുകയും ചെയ്തു. ഈ ജപ്തി ചെയ്തതിൻ്റെ നോട്ടീസും കാര്യം അദ്ദേഹത്തിന് രജിസ്റ്റേർഡായിട്ട് കോടതി തന്നെ അയക്കുകയും കോടതിയുടെ ആമീൻ രജിസ്ട്രാർ ഓഫീസിലും വില്ലേജ് ഓഫീസിലും വന്ന് ജപ്തി നടപ്പിലാക്കി പ്രോപ്പർട്ടിയിൽ നോട്ടീസും പതിച്ചു. അതിനുശേഷം പോലീസ് മേധാവിയായതിൻ്റെ പേരിൽ ഉന്നതാധികാരികളെ അറിയിക്കണമല്ലോ. അതിൻ്റെ മുകളിൽ മുഖ്യമന്ത്രി മാത്രമേ ഉള്ളതുകൊണ്ട് മുഖ്യമന്ത്രി കാണാനൊരു ശ്രമം നടത്തി. പക്ഷെ കാണാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഞാൻ മുഖ്യമന്ത്രി കൊടുക്കാനൊരു എഴുതിക്കൊണ്ടുപോയ ആ പരാതി വാങ്ങിയില്ല. പരാതി വേണ്ട, അത് പറഞ്ഞ് പരിഹരിക്കാം, ഒരാഴ്ചക്കകത്ത് പണം സെറ്റിൽ ചെയ്യിക്കാമെന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞും കാണാത്തത് കൊണ്ട് മുഖ്യമന്ത്രിക്ക് ഡയറക്റ്റ് അദ്ദേഹത്തിൻ്റെ പോർട്ടലിൽ ഓൺലൈനായിട്ട് പരാതി കൊടുത്തു. അവിടുന്ന് റിപ്ലൈ വന്നു, അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കംപ്ലയിൻറ്റ് ഫോർവേഡ് ചെയ്തിട്ടുണ്ടെന്നും ഹോം ഡിപ്പാർട്ട്മെൻറ്റ് ഉചിതമായ തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞ് റിപ്ലൈ വന്നതല്ലാതെ നാളിതുവരെ ഒരു നിലപാടും ഒരിടത്തും ഉണ്ടായിട്ടില്ല. ആരും എന്നെ
വിളിച്ചിട്ടുമില്ല, കോൺടാക്ട് ചെയ്തിട്ടുമില്ല. ഈ പി ശശിയാണോ മുഖ്യമന്ത്രി കാണണ്ട പറഞ്ഞു തീർക്കാമെന്ന് പറഞ്ഞത്? അതെ, അദ്ദേഹത്തെയാണ് നേരിട്ട് കണ്ടത്. അപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് വേണ്ടാന്നത് സംസാരിച്ച് ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയും മുഖ്യമന്ത്രി കൊടുക്കാനുള്ള പരാതി വേണ്ട എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനത് അംഗീകരിച്ച് തിരികെ വന്നു. പക്ഷേ നാളിതുവരെ ഒരു പ്രോഗ്രസ് ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ ചേട്ടൻ്റെ നഷ്ടം എങ്ങനെയാണ്? ഇപ്പോൾ ജപ്തി നടപടിയായി, ഇത് എങ്ങനെയായിരിക്കും അടുത്ത് ഈ താങ്കളുടെ നഷ്ടം നികത്താൻ കഴിയുന്നത് ഏത് തരത്തിലായിരിക്കും? കോടതി പറഞ്ഞിട്ടുണ്ടോ, ഉത്തരവിൽ പറയുന്നുണ്ടോ? അതെ, ഉത്തരവ് എന്ന് പറഞ്ഞാൽ ഇതൊരു കണ്ടീഷനിങ് അറ്റാച്ച്മെൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് പണം തന്നാൽ ഇത് വിഡ്രോ ചെയ്യാം, ഈ അറ്റാച്ച്മെൻറ്റ് വിഡ്രോ ചെയ്യാം. വാങ്ങിയപ്പോൾ ഇപ്പോഴും നമ്മൾ ആവശ്യപ്പെടുന്ന അത്രയേ ഉള്ളൂ. പോലീസിൻ്റെ ഉന്നതാധികാരിയായുള്ള ഒരാളിനെതിരെ കേസിന് പോകാനും അതിനും മാത്രമൊന്നും ഞാൻ വളർന്നിട്ടില്ല. അങ്ങനെ ഫൈറ്റ് ചെയ്യാനുള്ള പരുവത്തിലല്ല ഞാൻ. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ ആവശ്യപ്പെടുന്നത് എനിക്ക് എൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ട പണം തിരികെ തരിക, ഞാൻ കേസിൽ നിന്ന് ഒഴിവായി അറ്റാച്ച്മെൻറ്റ് വിഡ്രോ ചെയ്യാം. രമ്യമായി പരിഹരിക്കുമെന്നാണ് ഞാൻ ധരിക്കുന്നത്. കാരണം നമ്മൾ സാധാരണക്കാരനാണ്. ഒരു പരാതി പറയാൻ ചെല്ലുമ്പോൾ ഒരാൾ തിരിച്ച് നമുക്ക് ഇതുപോലൊരു റിപ്ലൈ തരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പണം കിട്ടാനല്ലേ നോക്കുള്ളൂ. നമുക്ക് ആർക്കെതിരെയും കേസിന് പോകാനോ വഴക്കിന് പോകാനോ അല്ലല്ലോ നമ്മുടെ താല്പര്യം. നിയമസഭ തുടങ്ങുന്നതില്ല എന്നായിരുന്നു തുടങ്ങുന്നത്. നിയമസഭ തുടങ്ങുന്നത് അറിയിട്ട് ഒരു 10 ദിവസമാവുന്നു. ഈ 3 തവണ പണം കൊടുത്തു എന്ന് പറഞ്ഞു. 3 തവണയും ക്യാഷ് ബാങ്ക് ട്രാൻസാക്ഷൻ ആയിരുന്നു. 2 പ്രാവശ്യവും ബാങ്ക് ട്രാൻസ്ഫർ ആയിട്ട് 15 ലക്ഷം രൂപ ആദ്യം കൊടുത്തത്, രണ്ടാമത് കൊടുത്ത് 10 ലക്ഷം രൂപ. മൂന്നാമത്തത് മാത്രമാണ് പണമായിട്ട് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് 5 ലക്ഷം രൂപ ക്യാഷായിട്ട് കൊടുത്തത്. അല്ലല്ല, അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ DGP ഓഫീസിലാണ് കൊടുത്തത്. DGPയുടെ വിശദീകരണമായി വരുന്നത് താങ്കൾ ഈ അഡ്വാൻസ് തുക കൊടുത്തിട്ട് 74 ലക്ഷം രൂപയുടെ ആകെ ഉള്ള തുക ടോട്ടൽ. എന്നിട്ട് താങ്കൾ അവിടെ വേലി കെട്ടി അത് മറച്ചു കൊടുക്കാനുള്ള ഒരു ശ്രമം നടത്തി. അതായത് വിറ്റതിന് ശേഷം ബാക്കി തുക DGP കൊടുക്കാം, അങ്ങനെ എന്തെങ്കിലും കാര്യം DGP ആയിട്ട് പറഞ്ഞിരുന്നു? അങ്ങനെയൊന്നും പറയില്ല. ഞാൻ വാങ്ങാൻ പോകുന്ന പ്രോപ്പർട്ടി ഇല്ലേ, അപ്പോൾ അതുകൊണ്ട് എഗ്രിമെൻറ്റ് ചെയ്തപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ ചുറ്റുപാളം കെട്ടി. സ്വാഭാവികമായിട്ട് നമ്മൾ വാങ്ങാൻ പോകുന്ന പ്രോപ്പർട്ടിയുടെ ചുറ്റുമതിൽ ഇല്ലാത്ത പ്രോപ്പർട്ടി ആയതുകൊണ്ട് ചുറ്റുമതിൽ കിട്ടിയത്. അത് ഞാൻ വാങ്ങാൻ വേണ്ടിയാണ്. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഈ വഴിക്ക് തിരിയേണ്ട ആവശ്യമില്ലല്ലോ. അത് വിൽക്കാനുള്ള ശ്രമം നടത്തിയാൽ പോരെ. ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. എഗ്രിമെന്റിൽ കൃത്യമായിട്ട് അത് മെൻഷൻ ചെയ്തിട്ടുമുണ്ട്. ഞാൻ അതിന് മുന്നേ ബാധ്യത എടുത്തിട്ടുമുണ്ട്. അപ്പോൾ അതിനകത്ത് അങ്ങനെ ഒരു ബാധ്യത കാണിച്ചിട്ടില്ല. അതെ, ഞാൻ നടത്തിയ അന്വേഷണം നടത്താനുള്ള കാര്യം ഇതായിരുന്നു. 3 പ്രാവശ്യം പണം കൊടുത്ത് 4 പ്രാവശ്യം പണം ആവശ്യപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കത് എന്താണ് ഇതിൻ്റെ പിന്നിലെന്ന് അറിയണമെന്ന് തോന്നി. ഒറിജിനൽ ഡോക്യുമെൻ്റ് ചോദിച്ചപ്പോൾ ഒറിജിനൽ ഡോക്യുമെൻ്റ് കാണിക്കാൻ തയ്യാറായില്ല. അപ്പോൾ അന്നും നമുക്കറിയില്ല ബാങ്കിന് ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെന്ന്. സ്വാഭാവികമായിട്ടും നമ്മളിപ്പം സാധാരണ ഒരാൾ പ്രോപ്പർട്ടി വാങ്ങാൻ പോകുമ്പോൾ ആദ്യം ചെയ്യുന്നതാണ് ബാധ്യത ഉണ്ടാകുന്ന നോക്കുക എന്നുള്ള മാത്രമായിരിക്കും. ബാധ്യത നോക്കിയാൽ ബാധ്യതയില്ല. പക്ഷേ ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത് നാഷണലൈസ്ഡ് ബാങ്കുകൾ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് തന്നെ അവർ ഡോക്യുമെൻ്റ് വാങ്ങിക്കൊണ്ട് പോകാറാണ് പതിവ്. ഇതുവരെ വന്നിട്ടില്ല. കാരണം ഞാൻ ഇതുവരെ പബ്ലിക്കിൽ, ഇന്നാണ് ഞാൻ പബ്ലിക്കിൽ സംസാരിക്കുന്നത്. ഇതുവരെ ഞാൻ ആരും എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല. ഇത്രയും ഈ അറ്റാച്ച്മെന്റ് നടത്തി ഈ പല സോഴ്സ്, ഇപ്പം മുഖ്യമന്ത്രി ഓഫീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തു, ഇതൊക്കെ ചെയ്തിട്ടും ഇന്ന് വരെയും ആരും വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന്റെ ഓഫീസിലൊരു സ്റ്റാഫ് തന്നെയാണ് പറഞ്ഞത്. അതെ, അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടി വിൽക്കാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നേരിട്ട് പോയി അദ്ദേഹമായിട്ടാണ് സംസാരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും പുള്ളിയുമായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അല്ല, ഞാൻ പുറത്തായിരുന്നു, വിദേശത്തായിരുന്നു. എഗ്രിമെന്റിൽ സൈൻ ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വൈഫാണ്. ഫസ്റ്റ് 15 lakhs അവരുടെ പേരിലാണ് പ്രോപ്പർട്ടി. രണ്ടാമത് കൊടുത്തതും മൂന്നാമത് കൊടുത്തതും അദ്ദേഹമാണ് റിസീവ് ചെയ്തിരിക്കുന്നത്. ആ ഒറിജിനൽ ഡോക്യുമെന്റിന്റെ എഗ്രിമെന്റിന്റെ ഒറിജിനൽ ഡോക്യുമെന്റിന്റെ പുറകിൽ അദ്ദേഹം തന്നെ എഴുതി സൈൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തന്നെയാണ് ഒരു സാക്ഷിയായിട്ടും എഴുതി ഒപ്പിട്ടിരിക്കുന്നത്. സാക്ഷികൾ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു? ആരെയും DGP സാറും അല്ലാണ്ട് വേറെ ആരെയും? വേറെ നമ്മുടെ ഒരു സുഹൃത്ത്. എപ്പോഴും ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോൾ 2 ഭാഗത്തുനിന്ന് ഓരോരുത്തർ ചെയ്യുള്ളൂ.
ഈ മതിൽ കെട്ടുന്ന കാര്യം അദ്ദേഹത്തെ അറിയിച്ചിരുന്നു. അറിയിച്ചു. ഇതിനെ അറിയിക്കാതെ നമുക്ക് ഒരാളുടെ പ്രോപ്പർട്ടി ഇല്ല. പുള്ളിയുടെ അനുവാദത്തോടെയാണ് ചെയ്തത്. നമ്മൾ എഗ്രിമെന്റ് ചെയ്തെന്ന് വെച്ചാൽ ഒരാളുടെ അനുവാദം ഇല്ലാതെ നമുക്ക് മതിൽ കെട്ടാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ DGP കളവ് പറയുകയാണ്. കാരണം താങ്കൾ മറച്ചു വെക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നത് കളവാണ്. അദ്ദേഹം എന്ത് പറയുന്നു അപ്പൊ അതിന് മറുപടി പറയാൻ ഞാൻ ആളാണോ? എന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നതിന് ഞാൻ പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്ന സ്റ്റേറ്റ്മെന്റിനും വക്കീലുമാർ തമ്മിലുള്ള ചർച്ച നടക്കുന്നുണ്ട്. ഇല്ല. എന്റെ വക്കീൽ ഇന്ന് രാവിലെയും എന്നെ വിളിച്ചു. ഇതുവരെയും ആരും അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. ഇന്ന് വരെയും. ഇപ്പോഴും ഞാൻ ആവശ്യപ്പെടുന്നത് എനിക്ക് ഇതുപോലെ ഒരാളിനോട് ഏറ്റുമുട്ടാൻ മാത്രം ഉള്ള ഒരു ശേഷിയൊന്നുള്ള ആളല്ല. അപ്പം ഇനിയിപ്പോൾ നമുക്കൊരു ഭയമുള്ളതെന്ന് പറഞ്ഞാൽ ഇവർ ഏതെങ്കിലും ലെവലിൽ നമ്മളെ ഏതെങ്കിലും ലെവലിൽ ബുദ്ധിമുട്ടിക്കുമോ മീൻസ് മനസ്സിലാവുമല്ലോ. ആ ഒരു ഭയം ഇല്ലാതില്ല. ഇപ്പോഴും ഞാൻ പറയുന്നത് എൻ്റെ പണം തിരികെ തരികയും ഈ കേസിൽ നിന്ന് എന്നെ റിലീസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ.